എൻ്റെ പരിഭവം എന്നോട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ വിളിച്ച് പറയണമായിരുന്നു. ഇതൊന്ന് മാറിയേക്കാൻ പറഞ്ഞ് ഞാൻ സന്തോഷപൂർവ്വം മാറിയേക്കുമല്ലോ. അതിനൊരു വേറൊരു കളിയുടെ കാര്യമില്ല. പരിഭവങ്ങൾ മാറാനുള്ളതാണ്, വഴക്കുകൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതല്ല. നമ്മളെല്ലാം മനുഷ്യരാണ്, ചെറിയ കാലഘട്ടമാണ് ഈ ലോകത്ത് ജീവിക്കുക. അത് നല്ലൊരു മനുഷ്യനായി ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം തന്നെ. അല്ലാതെ എന്നും വഴക്ക് പറയുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, പാര വയ്ക്കുക, ഈ പണിയൊന്നും എൻ്റെ നിഘണ്ടുവിലില്ല. ഞാനങ്ങനെ ചെയ്തിട്ടുമില്ല. എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയതെല്ലാം എൻ്റെ സ്വഭാവ സവിശേഷതയും കിട്ടിയിട്ടുള്ളതാണ്. ഞാനൊരു ഇത്രയും പ്രായമുള്ള ഒരാളാണ്. 47 വയസ്സായി എനിക്ക്. നിങ്ങളെക്കാൾ കുറവാണ്, പക്ഷേ അത്രയും പ്രായമുണ്ട്. മനോജിനൊരു 6 മാസം കൂടെ ഉണ്ടാവും. പക്ഷേ എന്നാലും ജീവിതത്തിൽ ഇനിയുള്ള കാലഘട്ടം നമ്മുടെ മുന്നിൽ അവസരങ്ങൾ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് എന്നും കഠിനാധ്വാനം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് എനിക്കാരും പരിഭവങ്ങളില്ല, വെറുപ്പില്ല, വിദ്വേഷമില്ല, ഒന്നുമില്ല. ഞാൻ അങ്ങനെ ജീവിതത്തിൽ ഒരാളെ പോലും വെറുത്തിട്ടില്ല. സജീവമായല്ലോ, ഞാൻ സജീവമാണ്, എല്ലാ ദിവസവും സജീവമാണ്. എല്ലാ ദിവസവും നിങ്ങൾ വരണം. ഞാനിവിടെ ഈ സ്ഥലത്തില്ലായിരുന്നു. ഒന്ന് എനിക്ക് സുഖമില്ലായിരുന്നു, ചുമയായിരുന്നു. രണ്ടാമത് ഞാൻ AK ആന്റണിയെ സന്ദർശിച്ചു, ലീഡേഴ്സ് എല്ലാം KC വേണുഗോപാലിനെ സന്ദർശിച്ചു. ലീഡർഷിപ്പുമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, നേതാക്കൾ ഒരു ഉറപ്പ് നൽകിയില്ല. ഞാൻ നേതാക്കൾക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. സീറ്റ് കിട്ടാത്ത ആളുകൾക്ക് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കൃത്യമായ അത് സീറ്റ് കിട്ടാത്ത ആളെന്ന് വെച്ചാൽ എനിക്ക് സീറ്റ് കിട്ടിയിട്ടുള്ള ആളാണല്ലോ. സീറ്റ് കിട്ടാത്ത ഒരുപാട് പേരില്ലേ? ഇതുവരെയും സീറ്റ് കിട്ടാത്ത ഒരുപാട് പേരുണ്ടല്ലോ. അവരെ കൂടി ഉദ്ദേശിച്ചാണ് പറഞ്ഞു, എന്നെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല. ഇവിടെ പറഞ്ഞ പോലെ നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ പ്രശ്നം ഒഴിവാക്കാമായിരുന്നു എന്നായിരുന്നു ഇവിടെ. തീർച്ചയായിട്ടും എൻ്റെ പരിഭവം അത്ര മാത്രമേ ഉള്ളൂ. എനിക്ക് കോൺഗ്രസിൻ്റെ ആര് മത്സരിച്ചാലും വിജയിക്കുന്നൊരു മണ്ഡലമാണിത്. ആര് മത്സരിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ എൻ്റെ പരിഭവം എന്നോട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ വിളിച്ച് പറയണമായിരുന്നു. ഇതൊന്ന് മാറിയേക്കാൻ പറഞ്ഞ് ഞാൻ സന്തോഷപൂർവ്വം മാറിയേക്കുമല്ലോ. അതിനൊരു വേറൊരു കളിയുടെ കാര്യമില്ല. ഞാൻ എപ്പോഴും പാർട്ടിക്ക് വിധേയനായി നിൽക്കുന്ന ആളാണ്. മറ്റ് സൗഭാഗ്യങ്ങൾ കണ്ട് മറ്റു സ്ഥലങ്ങളിൽ പോകുന്ന ഒരാളല്ല. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം. ഐക്യജനാധിപത്യ സ്ഥാനാർത്ഥിയെ വലിയ ലീഡോടുകൂടി വിജയിപ്പിക്കുക എന്നുള്ളത്. കേരള ചരിത്രത്തിൽ പെരുമ്പാവൂർ കണ്ട ഏറ്റവും വലിയ ലീഡിൽ നമ്മുടെ സ്ഥാനാർത്ഥി വിജയിക്കും. നിങ്ങൾ കൂട്ടുകാർ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. അയ്യോ, കണ്ടുമുട്ടുക ആകെ MLA പറഞ്ഞല്ലോ. MLA 2 ദിവസമായിട്ട് സ്ഥലത്തുണ്ടായിരുന്നു, സുഖമില്ലായിരുന്നു. പിന്നെ നേതാക്കന്മാരെ കാണാൻ പോയാൽ 2 ദിവസത്തെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എത്രയോ നാളുകളായിട്ടുള്ള സുഹൃത്തുക്കളാണ്. അപ്പോൾ കണ്ടുമുട്ടലൊന്നൊരു സാഹചര്യമില്ല. ഞങ്ങൾ എല്ലാ ദിവസവും ഉള്ള ആളുകൾ ഇന്നലെ കൂടി വിളിച്ചിരുന്നു. ഇന്നലെ എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യം പറഞ്ഞു. ഇന്നു മുതൽ സജീവമാണ്. ഇന്നു മുതൽ വളരെ സജീവമായി. ഇപ്പം ഇന്ന് 3 മണ്ഡലം കൺവെൻഷനുണ്ട്, നാളെയുമുണ്ട്, മറ്റന്നാൾ നിയോജക കൺവെൻഷനുണ്ട്. പിന്നെ എല്ലാ പരിപാടികളിലും തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട MLAയുടെ നേതൃത്വത്തിലാണ്. MLA ആണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഏറ്റവും മുഖ്യ ചാലക ശക്തിയായി നിൽക്കുന്നത്. എല്ലാ ദിവസവും അതിശക്തമായി MLA ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ വിജയം സുനിശ്ചിതമാക്കാനും നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ സ്ഥാനാർത്ഥി വിജയിപ്പിക്കാനും വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങൾക്കും പ്രിയപ്പെട്ട എൽദോസ് കുന്നപ്പള്ളി ഉണ്ടാകും. അദ്ദേഹം തന്നെ അത് പറഞ്ഞു കഴിഞ്ഞല്ലോ. എൽദോസ് കുന്നപ്പള്ളിയുടെ പിൻഗാമിയാവാൻ ആണ് ചേട്ടനെ നിയോഗിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ ദൗത്യം ഏറ്റെടുത്താൽ തീര് തെളിക്കുന്നത് എൽദോസ് കുന്നപ്പള്ളി ആയിരിക്കും. സ്വാഭാവികം. ഞാൻ എൽദോസ് കുന്നപ്പള്ളിയുടെ പിൻഗാമിയാണ് ഒരിടത്തിൽ. കാരണം അദ്ദേഹം ഒഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി പിന്നെ അതിനുശേഷം വന്ന ഒരാളാണ് ഞാൻ. സ്വാഭാവികമായിട്ട് ഇപ്പോൾ MLA അദ്ദേഹം മാറുമ്പോൾ ഈ ടൈം പൂർത്തീകരിക്കുമ്പോൾ MLA ആയി വീണ്ടും ഞാൻ വരികയാണ്. അപ്പോൾ സ്വാഭാവികമായി തുടർച്ചയാണ്. എൽദോസ് കുന്നപ്പള്ളി വഹിച്ച സ്ഥാനങ്ങളിലൊക്കെ വീണ്ടും നമ്മൾ വരുന്നു എന്ന് പറഞ്ഞ തുടർച്ചയാണ്. എൽദോസ് കുന്നപ്പള്ളി MLA ആയിരുന്ന സമയത്ത് ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളിലാണ് നമ്മുടെ പരിപാടികളും പദ്ധതികൾക്കും അദ്ദേഹം ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വളരെ നന്നായി നമുക്ക് ജില്ലാ പഞ്ചായത്തിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞതും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ കൊണ്ടാണ്. ഇനിയും പെരുമ്പാവൂരിൻ്റെ വികസന കാര്യങ്ങളിൽ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ, മറ്റുള്ള കാര്യങ്ങളിലൊക്കെ എൽദോസ് കുന്നപ്പള്ളി MLAയുടെ കൃത്യമായിട്ടുള്ള ഇടപെടലും നേതൃത്വമൊക്കെ ഉണ്ടാകും.